നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. സഹജീവി സ്നേഹവും കരുതലും വാക്കിൽ മാത്രമല്ലെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിൻ്റെ മഹനീയ മാതൃകയായ ഷൈജു സായിറാം. 2.5 വർഷം മുമ്പ് നിർധന കുടുംബാംഗമായ അന്തിക്കാട് മാങ്ങാട്ടുകര പച്ചാമ്പുള്ളി സുമേഷിൻ്റെ ചികിത്സയ്ക്കായി സഹായം തേടി തന്നെ സമീപിച്ചവരോട് വേണമെങ്കിൽ തൻ്റെ വൃക്ക തന്നെ തരാമെന്നായിരുന്നു പുള്ളു സ്വദേശി ഷൈജുവിൻ്റെ മറുപടി. കേട്ടവർ ഇത് തമാശയാണെന്നാണ് കരുതിയത്. എന്നാൽ ഷൈജുവിൻ്റെ വാഗ്ദാനം വെറുതെയായിരുന്നില്ല. തുടർന്ന് വൃക്കകൾ തമ്മിലുള്ള ചേർച്ച ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി. എല്ലാം ഒത്തുവന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സുമേഷിന് ലിവറിൽ ഒരു തടിപ്പ് കണ്ടത്. ഇതോടെ ഓപ്പറേഷൻ മുടങ്ങുകയായിരുന്നു. എന്നാൽ ഈ കുടുംബത്തെ അന്നു മുതൽ ഷൈജു ചേർത്ത് നിർത്തി. ലിവറിൻ്റെ തകരാർ പരിഹരിച്ച് വൃക്ക മാറ്റിവെക്കാൻ തയ്യാറായപ്പോഴേക്കും സുമേഷിൻ്റെ ഓപ്പറേഷനായി സ്വരൂപിച്ച പണം ലിവർ സംബന്ധമായ അസുഖത്തിന് ചികിത്സിച്ച് തീർന്നിരുന്നു. തുടർന്ന് പണം കണ്ടെത്താൻ വിഷമിച്ച കുടുംബത്തിന് കരുതലായി നിരവധി പേരെത്തി. ഷൈജു സായിറാം തൻ്റെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഓപ്പറേഷനായുള്ള പണം കണ്ടെത്തി നൽകി. നേരിട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ഷൈജുവിൻ്റെ വൃക്ക സുമേഷിന് മാറ്റിവെച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടുപേരും ആരോഗ്യം വീണ്ടെടുത്തതിൻ്റെ ആശ്വാസത്തിലാണ് ഇരു വീട്ടുകാരും. ഓപ്പറേഷൻ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട വിശ്രമത്തിലാണ് ഷൈജുവും സുമേഷും. ഈ സുമേഷിൻ്റെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുമേഷിൻ്റെ അമ്മേരെ അനിയത്തി പുള്ളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് ഈ സർജറിക്ക് വേണ്ടിയുള്ള പൈസയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞാനത് ആ നോട്ടീസ് തന്നു പോയപ്പോൾ ഞാൻ ആ നോട്ടീസിലുള്ള നമ്പറിലേക്ക് സുമേഷിനെ വിളിച്ചപ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റിയത്. കാരണം രണ്ടാളുടെ ഒരു കിഡ്നി അവർ നോക്കി, അത് ക്രോസ് മാച്ച് ആയില്ല, അവരുടെ ബന്ധക്കാരെയാണ് നോക്കിയത്. അപ്പോൾ വിളിച്ച് സംസാരിച്ചപ്പോൾ സർജറി നടക്കാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ സുമേഷ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി വേണം. കിഡ്നി കിട്ടാണ്ട് ഇപ്പോൾ സർജറി നടക്കില്ല. അപ്പോൾ ഞാൻ സുമേഷായിട്ട് സംസാരിച്ച് അങ്ങനെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം പരിതാപകരമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്വമേധയാ ഒരു കിഡ്നി ദാനം ചെയ്യാൻ സുമേഷിനോട് പറയുന്നു. ആദ്യം സുമേഷ് അതൊരു തമാശയായിട്ടാണ് എടുത്തത്, അവരുടെ വീട്ടുകാർക്ക് ഒരു തമാശയായിട്ട് എടുത്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ സെറ്റായി വന്നു. പിന്നെ ഈ സർജറിക്ക് ഈ ഒരു 2 വർഷം മുന്നേ സർജറിക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി സർജറിയുടെ ഘട്ടം വരെ എത്തിയതാണ്. സർജറി വന്ന് രാവിലെയാണ് ലിവറിലൊരു ചെറിയ തടുപ്പ് കണ്ടിട്ട് സർജറി മാറ്റി വെച്ചത്. പിന്നെ വീണ്ടും ഒരു 2.5 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു. വീണ്ടും ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ ഭാഗ്യവശാൽ അത് സുമേഷിന് ഒരു ജീവൻ നൽകാനായിട്ട് സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. വീട്ടുകാർ എങ്ങനെ ഇതിന് ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്താണ്? വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ എന്തായാലും വീട്ടുകാർക്ക് ഭയങ്കര ഒരു ആശങ്ക ഉണ്ടാവില്ല എന്തായാലും. കാരണം ഒരു മറ്റുള്ള ചെറിയൊരു കേട്ടുകേൾവികളുള്ളൂ അങ്ങനെ. അപ്പോൾ വീട്ടുകാരും ബന്ധക്കാരും സ്വന്തക്കാരും കൂട്ടുകാരൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് എതിർത്ത് നമ്മളത് പിന്തിരിപ്പിക്കാൻ നോക്കിയത്. പക്ഷെ നമ്മൾ തീരുമാനം ഉറച്ചതാന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പിന്നെ അതൊരു ജീവൻ്റെ കാര്യമില്ലെന്ന് വെച്ചിട്ട് വീട്ടുകാരും എല്ലാവരും കൂടെ നിന്നു. അപ്പോൾ അവരില്ലാണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടുകാരുടെ സമ്മതപത്രം എല്ലാതും വേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അവരില്ലാണ്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. അപ്പോൾ അവരോട് കൂടെ നിന്ന കാരണം അത് സത്യത്തിൽ യാഥാർത്ഥ്യമായത്. ഈ ചെറിയൊരു വേദന ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ സാധാരണ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണമാതിരി തന്നെയായി. നമുക്ക് എല്ലാ ഭക്ഷണം കഴിക്കാം. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേമാതിരി തന്നെ. ഇപ്പോൾ നോർമലി ഒരു പ്രശ്നമില്ല. ഇപ്പോൾ 10-20 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഇതിലൊരു മാസം ഒരു റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോൾ അത്ര വലിയ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായതുപോലെ വളരെ ചെറിയൊരു ഓപ്പറേഷന്മാരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഷൈജു സായിറാം കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. സായിറാം എന്ന പേരിൽ ബേക്കറി വ്യവസായം അദ്ദേഹം നടത്തി വരുന്നുണ്ട്. ഭാര്യ സനിതയും മക്കളായ നന്ദനയും സായികൃഷ്ണയും ഷൈജുവിന് പിന്തുണയായി കൂടെയുണ്ട്. ശരണ്യാണ് സുമേഷിൻ്റെ ഭാര്യ. ഏകമകൻ ത്രിദേവ്. ആരാധനാലയങ്ങൾ തകർക്കാൻ കോടതി കൂട്ടുനിൽക്കരുത് എന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പ്രതിഷേധ പരിപാടി തൃപ്പയാറിൽ സംഘടിപ്പിച്ചു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആരാധനാലയ സംരക്ഷണ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് റഹീം നാട്ടിക അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, ബഷീർ സെൻ, വാഹിദ് വലപ്പാട് എന്നിവർ സംസാരിച്ചു. സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുത് എന്ന ആഹ്വാനവുമായി വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി 3 പീടികയിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി. PS ജമാൽ മുഹമ്മദ്, PM ഉസ്മാൻ, PV ഇബ്രാഹിം, സാജിദ റസാഖ് എന്നിവർ നേതൃത്വം നൽകി.
കഴിമ്പ്രം കാരയിൽ തെക്കൂട്ട് ദേവസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമി ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. കട്ടിള പൂജയ്ക്ക് ക്ഷേത്രതാന്ത്രിക ഉപദേഷ്ടാവ് സുശീൽ ശാന്തി, ക്ഷേത്ര മേൽശാന്തി കണ്ണൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര നിർമ്മാണ ശില്പി ഷിജിൽ കുറുപ്പ് കട്ടിള ഏറ്റുവാങ്ങി. ചടങ്ങുകൾക്ക് ദേവസ്ഥാനം പ്രസിഡന്റ് ഷാജഹാൻ, സെക്രട്ടറി കിഷോർ, ട്രഷറർ അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് ത്യാഗരാജൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സോമദത്തൻ, ഷാജു, തങ്കരാജ്, സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വിശേഷാൽ പൂജയും നാമജപവും ഉണ്ടായിരുന്നു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചെസ് മത്സരം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PN ദേവി പ്രസാദ്, സ്കൂൾ പ്രിൻസിപ്പാൾ EG സജിമോൻ, വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ, സെക്രട്ടറി KV വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കയ്പമംഗലത്ത് നടക്കുന്ന CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാറും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. കാളമുറി നോബൽ പാലസിൽ നടന്ന ചടങ്ങ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത, ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ, ഏരിയ സെക്രട്ടറി രാജിഷ ശിവജി, KB സുധ, ഷീന വിശ്വൻ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. 18, 19, 20 തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.